ഇന്ന് ഞങ്ങൾ 6-ാം മാസത്തെ ചെക്കപ്പിന് പോവുകയാണേ. ഇന്ന് ഗ്ലൂക്കോസ് ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഡോക്ടറെ കണ്ട് തിരിച്ചു വരാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, ബില്ലൊക്കെ അടച്ചു. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ലാബൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ലാബിലെത്തി. അവരാദ്യം എനിക്ക് ഗ്ലൂക്കോസ് കുടിക്കാനായിട്ട് തന്നു. അതെനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ രാവിലെ ഫുഡ് കഴിച്ചതും ആണല്ലോ. അങ്ങനെ എൻ്റെ പേര് വിളിച്ചിട്ടോ. ഞാനിനി അകത്തോട്ട് പോവാണ്, ബ്ലഡൊക്കെ എടുക്കണം. ഇനി ശരിക്കും ഒരു അംഗം തന്നെയാണ്. കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങനെ വെയിൻ കിട്ടാറില്ല ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിസ്റ്റർമാരെപ്പോഴും അങ്ങനെ കുത്തി 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 നോക്കി അങ്ങനെ കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് വെയിൻ കിട്ടാറുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റർ എൻ്റെ ഇടത്തെ കയ്യിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെയിന് വേണ്ടിയിട്ട്. കുറേ നേരമായി തുടങ്ങിയിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഗൈസ് അങ്ങനെ പെട്ടെന്ന് വെയിൻ കിട്ടാത്തവരൊക്കെ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര പേരുണ്ടെന്ന് നമുക്കറിയാലോ. എനിക്ക് ചില ലാബുകളിലൊക്കെ ചെല്ലുമ്പോഴേക്കും സിസ്റ്റർമാർ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള വേറെ സിസ്റ്റർമാരെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ. പിന്നെ അവർ വന്ന് നോക്കിയാൽ മാത്രമേ എനിക്ക് ബ്ലഡ് കിട്ടാറുള്ളൂ. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡിൽ വെയിൻ കിട്ടിയില്ല, റൈറ്റ് ഹാൻഡിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം റൈറ്റിൽ വെയിൻ കിട്ടി കേട്ടോ. അങ്ങനെ പിന്നെ ബ്ലഡ് എടുക്കുവാണ്. 3-ാം മാസം നമുക്ക് ഇതുപോലെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ഞാൻ ആലുവ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലായിരുന്നേ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റൊക്കെ ചെയ്തപ്പം രാവിലെ ഫുഡൊന്നും കഴിക്കാതെ വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നിട്ടാണ് ടെസ്റ്റൊക്കെ ചെയ്തത്. അപ്പോൾ ഫുഡിന് മുന്നുള്ള ഷുഗറും അവർ നോക്കിയായിരുന്നു, ഫുഡ് കഴിച്ചിട്ടുള്ള ഷുഗറും നോക്കിയായിരുന്നു. അന്ന് 3-ാം മാസത്തിൽ എനിക്ക് നല്ല വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പം ഫുഡൊന്നും കഴിക്കാതെ ഈ ഗ്ലൂക്കോസ് വെള്ളം മാത്രമൊക്കെ കുടിച്ചിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വോമിറ്റ് ചെയ്യാൻ വന്നിട്ട് പാടില്ലായിരുന്നു. പക്ഷേ ഈ 6-ാം മാസത്തെ ഷുഗർ ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴേക്കും എന്നോട് ഫുഡ് കഴിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പോൾ 6-ാം മാസം ആയതുകൊണ്ട് എനിക്കിപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ലാബിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. 2 മണി കഴിഞ്ഞതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഡോക്ടറെ കാണാൻ വേണ്ടി പോകണം. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി, ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ റിസൾട്ടൊക്കെ നോക്കി എല്ലാം നോർമലാണ്, തൈറോയിഡും ഷുഗറും ഒന്നുമില്ല, എല്ലാം നോർമലാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇനി സമയം ഏതാണ്ട് 7 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.